രാഹുൽ ഗാന്ധി സിറ്റിംഗ് സീറ്റായ വയനാട് മത്സരത്തിനില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. പരമ്പരാഗതമായി കുടുംബ കൈവശം വെച്ച ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. വയനാട് മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം രാഹുൽ ഗാന്ധിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ദേശീയ നേതാവായ ആനി രാജ വയനാട് മത്സരിക്കാനെത്തിയതാണ് രാഹുലിനെ പുനരാലോചനയ്ക്ക് വിധേയനാക്കിയത്. ഇന്ത്യ സഖ്യത്തിന്റെ എല്ലാ നീക്കങ്ങളെയും ദുർബലപ്പെടുത്തുന്നതായിരിക്കും ആനി രാജയുമായുള്ള ഏറ്റുമുട്ടലെന്ന് വിദഗ്ധോപദേശം ലഭിച്ചതോടെയാണ് രാഹുൽ മണ്ഡലം മാറാൻ തീരുമാനിച്ചത്. സുരക്ഷിത മണ്ഡലം എന്ന നിലയിൽ വയനാട്ടിൽ മത്സരിക്കാനായിരുന്നു രാഹുലിന് താൽപര്യം. ബിജെപിയുമായി ഏറ്റുമുട്ടാതെ ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കുന്നത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാവുമെന്ന് രാഹുൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വയനാട് ലോക്സഭാ സീറ്റിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കണമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളടക്കം ആവശ്യപ്പെടുന്നത്. രാഹുലിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നും കോൺഗ്രസ് കരുതുന്നു. കഴിഞ്ഞ തവണ കേരള നേതാക്കളുടെ ക്ഷണം സ്വീകരിച്ചതുവഴി ഉത്തരേന്ത്യയിൽ വൻ തിരിച്ചടി നേരിട്ടു എന്നത് രാഹുലിനെ ഭയപ്പെടുത്തുന്നുണ്ട്. രാഹുൽ എവിടെ മത്സരിക്കുമെന്നതിന് റായ്ബറേലി എന്നതാണ് ഉത്തരം. റായ്ബറേലി അല്ലെങ്കിൽ കർണാടകയിലെയും തെലങ്കാനയിലെയും ചില സീറ്റുകൾ പരിഗണനയിലുണ്ടെന്നും സൂചനയുണ്ട്. രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ വയനാട്ടിൽ പകരം ആരായിരിക്കുമെന്ന ചർച്ചകളും കോൺഗ്രസിനകത്ത് പുകയുന്നുണ്ട്. മണ്ഡലം രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ 2 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നേതാവ് MI ഷാനവാസാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. 2019 ടി സിദ്ദീഖിനെയാണ് സ്ഥാനാർത്ഥിയായി ആദ്യം തീരുമാനിച്ചതെങ്കിലും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ സിദ്ദീഖ് പിന്മാറുകയായിരുന്നു. നിലവിൽ സിദ്ദീഖ് MLA ആയതിനാൽ മറ്റൊരാളെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് യുവ നേതാവ് സച്ചിൻ പൈലറ്റ് പറഞ്ഞിരുന്നു. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മണ്ഡലത്തിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടതില്ല. എല്ലാ കാലത്തും രാഹുൽ ഗാന്ധി ബിജെപിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നയാളാണ്. ബിജെപി വിരുദ്ധ പോരാട്ടമാണ് രാഹുലിന്റെ നയം. ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 2 ഡസൻ പാർട്ടികളുള്ള മുന്നണിയാണ് ഇന്ത്യ മുന്നണി. അതിൽ ചിലർ പുറത്തുപോയതിന് കാരണം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭീഷണിയാണ്. ഈ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാക്കും. നേതാക്കൾ പാർട്ടി വിടുന്നത് അവരവരുടെ താല്പര്യമാണ്. എന്നാൽ ജനം ഇതിനെല്ലാം മറുപടി കൊടുക്കുമെന്നും സച്ചിൻ പൈലറ്റ് കഴിഞ്ഞ ദിവസം തുറന്നടിച്ചിരുന്നു.